ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ലളിതാ പരമേശ്വരേ നമഃ. എല്ലാവർക്കും ഗായതിയിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമങ്ങളിലെ അടുത്ത നാമം ചതുഷ്ഷഷ്ട്യൂപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയി. ഷഷ്ടി എന്ന് പറഞ്ഞാൽ 60, ചതുഷ്ഷഷ്ടി 64. 64 ഉപചാരങ്ങളാൽ ആരാധിക്കപ്പെടേണ്ട ദേവി. ചതുഷ്ഷഷ്ടി കലാമയി 64 കലകളായി പ്രകാശിക്കുന്ന ദേവി. 64 കലകൾ എന്ന് പറയുന്നത് ഗീതം, നൃത്തം, നാട്യം, ചിത്രരചന, തയ്യൽ, വാസ്തുവിദ്യ, ചൂതുകളി, പകിടകളി, ഭാഷാജ്ഞാനം, ധാതുസംസ്കരണം, ഖനിപരീക്ഷണം, കേശാലങ്കാരം, തിരുമ്മൽ, വസ്ത്രഗോപനം, സമസ്യാപൂരണം, അക്ഷരശ്ലോകം, അങ്ങനെ തുടങ്ങിയിട്ട് 64 കലകളുണ്ട്. അതാണ് പറയുന്നത്. ഈ കലകളൊക്കെ നമ്മളിൽ ഉണ്ടായിരിക്കണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം എന്നാണ് പറയുന്നത്. മഹാചതുഷ്ഷഷ്ടികോടി യോഗിനി ഗണസേവിത. 64 കോടി മഹായോഗിനി ഗണങ്ങളാൽ പരിസേവിക്കപ്പെടുന്നതാണ് ദേവി. ദേവിക്ക് ബ്രാഹ്മി, വാരാഹി, ചാമുണ്ഡി, മഹാലക്ഷ്മി തുടങ്ങി 8 യോഗിനീഗണങ്ങൾ ആദ്യമുണ്ട്. അവർക്ക് വീണ്ടും യോഗിനീഗണങ്ങളുണ്ട്. അങ്ങനെ 64 കോടി മഹായോഗിനീഗണങ്ങളാൽ പരിസേവിക്കപ്പെടുന്നുണ്ട് ദേവി. അടുത്തത് മനുവിദ്യ, ചന്ദ്രവിദ്യ, ചന്ദ്രമണ്ഡല മധ്യക. 12 രൂപങ്ങളിലുള്ള ശ്രീവിദ്യയെ 12 ഉപാസകർ പൂജിച്ചതിൽ ഒരാളാണ് മനു. അതുകൊണ്ട് ശ്രീവിദ്യയെ മനുവിദ്യ എന്ന് പറയുന്നു. ദേവിയുടെ ഉപാസകരിൽ അഗസ്ത്യൻ, കുബേരൻ, ലോപമുദ്ര, മന്മഥൻ, ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. 12 രൂപങ്ങളിൽ ഉപാസിച്ചിരിക്കുന്നു. ചന്ദ്രവിദ്യ എന്ന് പറയുന്നത് ചന്ദ്രനാൽ ഉപാസിക്കപ്പെട്ടിരിക്കുന്നു. ചന്ദ്രമണ്ഡല മധ്യക, ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ ഇരിക്കുന്ന ദേവി. ചാരുരൂപ, ചാരുഹാസ, ചാരുചന്ദ്ര കലാധര. ചാരുരൂപ അതിയായ സൗന്ദര്യമുള്ള ദേവി. ചാരുഹാസ മനോഹരമായ പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്നു. അതായത് വൃദ്ധിയും ക്ഷയവുമില്ലാത്ത, എപ്പോഴും ഒരുപോലെ ഇരിക്കുന്നതിനെയാണ് ചാരു എന്ന് പറയുന്നത്. മനോഹരമായ ചന്ദ്രക്കല ധരിച്ചിരിക്കുന്നു ദേവി. താരാനായക ശേഖരാം എന്ന് ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ചരാചര ജഗന്നാഥ ചക്രരാജനികേതന. ചരവും അചരവുമായ ഈ ജഗത്തിനെല്ലാം നാഥയായിട്ടിരിക്കുന്ന ആളാണ് ദേവി. 9 ചക്രങ്ങൾ നിറഞ്ഞ ശ്രീചക്രത്തിൽ, ശ്രീചക്രമാകുന്ന ചക്രരാജനിൽ വസിക്കുന്ന ദേവി. പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ. പാർവതി ഹിമവാന്റെ പുത്രി, പത്മനയന താമര ഇതളിനെ പോലെ മനോഹരമായ കണ്ണുകളോടുകൂടിയ ദേവി. പത്മരാഗ സമപ്രഭ, നവരത്നങ്ങളിലൊന്നാണ് പത്മരാഗം. പത്മരാഗത്തിൻ്റെ പ്രഭയോടുകൂടിയതുമായ ശോഭയാണ് ദേവിക്ക്. അടുത്തത് പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനഘനരൂപിണി.
പഞ്ചബ്രഹ്മങ്ങളാകുന്ന ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്നിവരെ കൊണ്ടുണ്ടാക്കിയ മഞ്ചത്തിൽ ഇരിക്കുകയാണ് ദേവി. ദേവിയുടെ ശക്തി ഉണ്ടെങ്കിലേ അവർക്ക് അവരുടെ ക്രിയകൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പഞ്ചപ്രേതാസന എന്ന് പറയുന്നത്. വിജ്ഞാനരൂപം കൈക്കൊണ്ടിരിക്കുന്നതുമായ ദേവിക്ക് നമസ്കാരം. ഓം മഹാദേവ്യൈ നമഃ.